ആറന്മുളയിൽ വിജയത്തിൽ കുറഞ്ഞെന്നും LDFും UDFും NDAയും പ്രതീക്ഷിക്കുന്നില്ല. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനം വോട്ട് ചെയ്യുമെന്ന് LDF സ്ഥാനാർത്ഥി വീണ ജോർജ് കരുതുമ്പോൾ മണ്ഡലത്തിൽ വികസനമേ നടന്നിട്ടില്ല എന്നാണ് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയും NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും പറയുന്നത്. NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ വോട്ട് അഭ്യർത്ഥിച്ച് ഇലന്തൂർ മുക്കൂട് എത്തിയപ്പോൾ തങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രതിസന്ധികൾ പറയാൻ വീട്ടമ്മമാർ എത്തി. ശൗചാലയത്തിന്റെ ശോചാവസ്ഥയാണ് ഒരു വീട്ടമ്മ ചൂണ്ടിക്കാണിച്ചത്. വെള്ളമില്ല, വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് മുരിപ്പിനൊന്നും. ഇല്ല, പൈപ്പ് വെള്ളം വല്ലപ്പോഴേ വരത്തുള്ളൂ. അത് പൊട്ടിപ്പോയിട്ടൊന്നും ശരിയാക്കാൻ പോലും വരുമാന്നില്ല ഇതുവരെ. വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട് മൊത്തം ചോരിയ, കുടിക്കാൻ വെള്ളമില്ല ഇവിടെ. ഇവർ ആ മലയുടെ മുകളിൽ ചെന്നിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. എന്താ ചെയ്യാൻ? ഒരു കക്കൂസ് കണ്ട ടാർപ്പ കെട്ടിയിട്ടായിരുന്നു. ടാർപ്പ കെട്ടിയിട്ടെന്ന കക്കൂസ് അതുപോലെ ഇതുവരെയും കിട്ടിയിട്ടില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര പ്രാവശ്യം. എനിക്ക് പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഓരോരുത്തർക്കൊക്കെ കുറന്ന് കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല. ഒരു കോഴിക്കൂട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് കക്കൂസിന് പറഞ്ഞു അവർ പറഞ്ഞ കരം കെട്ടി രസീതില്ലാത്തതുകൊണ്ട് തരത്തില്ല, ഒന്നും തരത്തില്ല. കരം കെട്ടി രസീതില്ല, തരത്തില്ല എന്നാ പറയുന്നത്. NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ശൗചാലയം നോക്കിക്കണ്ടു. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ഉള്ള അവസ്ഥ. വീടില്ലാത്തവർ, ഭൂമിയില്ലാത്തവർ, ശൗചാലയങ്ങളില്ലാത്തവർ, കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർ, എങ്ങനെ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്ന, ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന എത്രയോ ജനങ്ങൾ, പാവങ്ങൾ. ഇതൊക്കെ ഒരു നേർക്കാഴ്ചകളാണ്. നമ്മുടെ നാടിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളത് തിരുത്തും. ഇങ്ങനെയൊരു അവസ്ഥ മാറണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. അതിനുള്ള ഒരു അവസരമാണ്. കുടിവെള്ളം കിട്ടാത്ത സ്ഥലത്ത് 40 വർഷമായി താൻ ജീവിക്കുന്നു എന്ന് ഒരു വീട്ടമ്മ പറഞ്ഞു. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും നാൾ ജീവിച്ച വീട്ടമ്മയെ പൂവിട്ട് പൂജിക്കണമെന്നായി കുമ്മനം രാജശേഖരൻ. വീടുമില്ല, വെള്ളമില്ല, വഴിയില്ല. 30-40 വർഷമായിട്ട് അവിടെ താമസിക്കുക. സമ്മതിക്കണം. പൂവിട്ട് പൂജിക്കണം നിങ്ങൾ. മാറ്റണം ഈ ഇങ്ങനെയുള്ള MLA-മാരെയൊക്കെ. ഒറ്റയ്ക്ക് ഒരോട്ടില്ലേ, അത് മതി. വികസന തുടർച്ചയ്ക്ക് വോട്ട് വേണമെന്ന് ആറന്മുളയിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് പറയുന്നു. ആറന്മുളയിൽ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നതായി UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി പറയുന്നു. കുടിവെള്ളം, പാർപ്പിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് തങ്ങളെ ജയിപ്പിക്കണം എന്നാണ് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.